ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്നതിൻ്റെ 5th പാർട്ടാണ് ഇടുന്നത്. അതായത് ഓരോ പാർട്ടും വളരെ കുറച്ച് മാത്രമായിട്ട് ഇടുന്നത്. ആ ഭാഗങ്ങൾ നല്ലവണ്ണം പഠിക്കുക. എന്നിട്ട് നമ്മുടെ ഈ 5th പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗമാണ് ബർദോളി പെസൻസ് മൂവ്മെൻറ്റ്. ഇപ്പോൾ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പെസൻസിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചു. ആന്ധ്രാപ്രദേശിലുള്ള ഒരു ട്രൈബൽ മൂവ്മെൻ്റ് ആയിരുന്നു രംബ റിബല്യൻ. അവിടുത്തെ മൂവ്മെൻറ്റ് അറിയപ്പെടുന്നതാണ് രംബ റിബല്യൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഗുജറാത്തിലെ ബർദോളി പെസൻസ് മൂവ്മെൻറ്റ്. 1928 ഗുജറാത്തിൽ നടന്ന ഒരു പെസൻസ് മൂവ്മെൻറ്റാണ് ബർദോളി പെസൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ കർഷകരുടെ ഈ ഒരു മൂവ്മെൻറ്റ് നയിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അബ്ബാസ് തിയാബ്ജി അതുപോലെ വിതൽഭായ് പട്ടേൽ ഈ ഒരു പെസൻറ്റ് മൂവ്മെൻറ്റിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു എജിറ്റേഷന് കാരണം എന്താണ്? ടാക്സ് ഇൻക്രീസ് ചെയ്തതാണ് ഈ ഒരു എജിറ്റേഷന് കാരണം. ഈ ഒരു മൂവ്മെൻറ്റിന് കാരണം എന്താണ്? ടാക്സ് ഇൻക്രീസ് ആണ് ഈ ഒരു എജിറ്റേഷന് കാരണം. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ ലാഹോർ കോൺഗ്രസ്. ദ ലാഹോർ കോൺഗ്രസ്, ദ ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഇതൊരു ടേണിംഗ് പോയിന്റ് ആവാനുള്ള കാര്യം എന്താണ്? കാരണം അത് ഹിസ്റ്ററിയിൽ അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. അപ്പം നമ്മൾ ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് പോയിന്റ്സ് ആണ് ഇടുന്നത്. ടെക്സ്റ്റ് കാണിക്കുന്നതിന് പകരം പോയിന്റ്സ് ആയിട്ടാണ് ഇനിയുള്ള ഭാഗങ്ങൾ ഉണ്ടാവുക. ദിസ് ലാഹോർ കോൺഗ്രസ് അഡോപ്റ്റഡ് ഫോർമലി ട്രൈ കളർ ഫ്ലാഗ്. അതായത് 3 കളറുള്ള ഒരു പതാക നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ലാഹോർ കോൺഗ്രസ്സിലാണ് നമ്മൾ ആദ്യമായിട്ട് 3 കളറുള്ള ഒരു പതാക അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഡിസംബർ 1929 നമ്മൾ ആദ്യമായി 3 കളറുള്ള ഒരു ഫ്ലാഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഫസ്റ്റ് ടൈം ഡിമാൻഡഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേറെ ഒന്ന് എന്താണ്? നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയുടെ മുഴുവൻ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. അതായത് നമ്മൾ ആദ്യമായിട്ട് മുഴുവൻ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ ഒരു മീറ്റിംഗ് പങ്കെടുച്ചേർന്ന എല്ലാവരോടും നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ആദ്യമായൊരു ഇന്ത്യയുടെ മുഴുവൻ സ്വാതന്ത്ര്യം ആണ് ആവശ്യപ്പെടുന്നത്. എൻട്രസ്റ്റഡ് ഗാന്ധിജി ടു അച്ചീവ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നേടുന്നതിന്, അതായത് മുഴുവൻ ഇൻഡിപെൻഡൻസ്, നമ്മൾ ഇന്ത്യ മുഴുവൻ സ്വതന്ത്രമായി കിട്ടുന്നതിന് നമ്മൾ ആരെയാണ് അത് ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തം? ഗാന്ധിജിയെ ഏൽപ്പിച്ചു. സോ വി എൻട്രസ്റ്റഡ് ഗാന്ധിജി ടു അച്ചീവ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അപ്പം ലാഹോർ കോൺഗ്രസ് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണ്? ബിക്കോസ് it is the first time that we demanded complete independence. The first time we demanded complete independence and we entrusted Gandhiji to achieve complete independence. And we adopted formally tricolor flag. അപ്പോൾ നമ്മൾ ഗാന്ധിജിയെ ഈ ഒരു ഡ്യൂട്ടി, ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു. അതായത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നേടുക എന്നുള്ള ഉത്തരവാദിത്വവും, അതുപോലെ ആദ്യമായി നമ്മൾ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആവശ്യപ്പെടുകയും ഒരു ട്രൈ കളർ ഫ്ലാഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തത് ഈ ഒരു ലാഹോർ കോൺഗ്രസ്സിലാണ്. അതായത് 1929 ഡിസംബറിൽ ചേർന്ന ലാഹോർ കോൺഗ്രസ് സെഷനിലാണ് നമ്മൾ ഈ ഒരു ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രത്തിൽ, ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ, അതിൻ്റെ ചരിത്രത്തിൽ ഇത് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് സീ റോർ അറ്റ് ദണ്ഡി. ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹമൊക്കെ കേട്ടിട്ടുണ്ടാവും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. April 6, 1930. അപ്പോൾ അടുത്ത വർഷം തന്നെ, അതായത് അടുത്ത വർഷം എന്നാൽ ഡിസംബർ 29 അവസാനിക്കാറായി. അതായത് ആ വർഷം കഴിയാനായ സമയത്താണ് ലാഹോർ കോൺഗ്രസ് ചേർന്നിട്ടുള്ളത്. ഇപ്പം ഡിസംബർ കഴിഞ്ഞു, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഇപ്പോൾ 3 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദണ്ഡിയിൽ ആണ് നമ്മൾ ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഉപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ആരുടെ അവകാശമാണ്? ബ്രിട്ടീഷുകാരുടെ അവകാശമാണ്. അതിൽ നമ്മൾ കൈ കടത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ അതിനെതിരെ ദണ്ഡിയിൽ, ഗുജറാത്തിലെ ദണ്ഡിയിൽ നമ്മൾ സത്യാഗ്രഹം നടത്തി. എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. സോ ഇത് ഫോളോയിങ് ടു ലാഹോർ കോൺഗ്രസ് ഡിസിഷൻ വി മെയ്ഡ് എ വാക്ക് ടു ദണ്ഡി. ഇപ്പം ദണ്ഡിയിലേക്ക് ഒരു യാത്ര നമ്മൾ ഈ ലാഹോർ കോൺഗ്രസ് മീറ്റിങ്ങിനെ തുടർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഗാന്ധിജി സെൻഡ് എ ലെറ്റർ ടു വൈസ്രോയ് ലോർഡ് ഇർവിൻ. ലോർഡ് ഇർവിന് ഗാന്ധിജി ഒരു കത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ഇന്ത്യൻസ്. ഇന്ത്യക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ ഒരു കത്തിൽ എഴുതിയിട്ടുള്ളത്.
എന്താണ് എഴുതിയിട്ടുള്ളത്? ഹാർഡ്ഷിപ്പ് ഫേസ് ബൈ ഇന്ത്യൻസ്. ആർക്കാണ് എഴുതിയിട്ടുള്ളത്? ലോർഡ് ഇർവിന് ഗാന്ധിജി എഴുതിയ കത്തിൽ പറയുന്നത് എന്താണ്? ഹാർഡ്ഷിപ്പ് ഫേസ് ബൈ ഇന്ത്യൻസ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഹിൻഡഡ് സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ്. അങ്ങനെ നമ്മൾ സോൾട്ട് ലോ നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു ബ്രേക്ക് സോൾട്ട് ലോ. എന്താണ്? വി ഡിസൈഡഡ് ടു ബ്രേക്ക് സോൾട്ട് ലോ. നമ്മൾ സോൾട്ട് ലോ ലംഘിക്കാൻ തീരുമാനിച്ചു. വി വെൻ ടു ദണ്ഡി ബീച്ച്. ദണ്ഡി ബീച്ചിലേക്കാണ് പോയത്. ആരൊക്കെയാണ് അതിൽ പോയിട്ടുള്ളത്? ഗാന്ധിജി along with 78 selected volunteers. 78 തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയേഴ്സും ഗാന്ധിജിയുമാണ് ദണ്ഡിയിലേക്ക് യാത്ര നടത്തിയത്. ഇറ്റ് ഈസ് അബൌട്ട് 24 day long walk. 24 ദിവസത്തെ യാത്രയാണ്. 24 day long walk. ആൻഡ് ഗാന്ധിജി അഡ്വൈസ് പീപ്പിൾ അലോങ് റോഡ്. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഗാന്ധിജി ആളുകളെ ഉപദേശിക്കുകയോ ചെയ്തിരുന്നു. പോകുന്ന വഴിയിലുള്ള ആളുകൾക്കൊക്കെ ഗാന്ധിജി തൻ്റെ ഒരു മെസ്സേജ് കൈമാറിയിരുന്നു. എന്തായിരുന്നു ആ മെസ്സേജ്? വെയർ ഖാദി. നിങ്ങൾ ഖാദി വസ്ത്രം ധരിക്കൂ, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കൂ, ഖാദി വസ്ത്രം ധരിക്കൂ, വെയർ ഖാദി. ആൻഡ് ഫോസ്റ്റർ സോഷ്യൽ ഹാർമണി. നിങ്ങളിൽ ഒരു സോഷ്യൽ ഹാർമണി ഉണ്ടാക്കൂ, ഐക്യമുണ്ടാക്കൂ, അത് വളർത്തൂ. ഫോസ്റ്റർ എന്ന് പറഞ്ഞാൽ വളർത്തൂ. സോ യു ഹാവ് ടു ഫോസ്റ്റർ സോഷ്യൽ ഹാർമണി ആൻഡ് വെയർ ഖാദി. നിങ്ങൾ ഖാദി ധരിക്കണം, അതുപോലെ സോഷ്യൽ ഹാർമണിയും ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ തന്നെ അവർ പാംഫ്ലെറ്റ്സും തയ്യാറാക്കിയിരുന്നു. ഇങ്ങനെ ഉപ്പുണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ദേ എക്സ്പ്ലെയിൻ ഹൗ ടു മേക്ക് സോൾട്ട് ഇൻ ദ പാംഫ്ലെറ്റ്സ്. സോ ദേ പ്രിപ്പയർഡ് ദ പാംഫ്ലെറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അവരത് പ്രിപ്പയർ ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ചെറു ലേഖനങ്ങൾ വഴി ഉപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പാംഫ്ലെറ്റ്സ്. അപ്പോൾ പാംഫ്ലെറ്റ്സ് വഴിയും സ്വന്തമായി തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു യാത്രയിലൂടെയും ഗാന്ധിജിക്ക് സാധിച്ചു. അങ്ങനെ ജനങ്ങളിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വളർത്തിക്കൊണ്ടുവരാൻ ഗാന്ധിജിക്ക് സാധിച്ചു. സോൾട്ട് ഉണ്ടാക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു കുത്തകയായിരുന്നു. ഇറ്റ്സ് എ ഗവൺമെൻറ് മൊണോപ്പൊളി. സോ സോൾട്ട് മേക്കിംഗ് വാസ് എ ഗവൺമെൻറ് മൊണോപ്പൊളി. ദെയർഫോർ പ്രൈവറ്റ് സോൾട്ട് പ്രൊഡക്ഷൻ വാസ് കൺസിഡേർഡ് ഇല്ലീഗൽ. ഇപ്പോൾ സ്വന്തമായി അല്ലെങ്കിൽ പ്രൈവറ്റായി സോൾട്ട് ഉണ്ടാക്കുക എന്നത് നിയമപരമായി ശരിയല്ലാത്ത ഒരു കാര്യമായിരുന്നു. ആൻഡ് വയലേറ്റേഴ്സ് വേർ പ്രോസിക്യൂട്ടഡ്. ഗാന്ധിജി ഡിസൈഡഡ് ടു ബ്രേക്ക് ദിസ് ലോ. അപ്പോൾ ആരാണോ ആ ഒരു നിയമം ലംഘിക്കുന്നത് അവരെ വിചാരണ ചെയ്യുമായിരുന്നു. അപ്പോൾ ഗാന്ധിജി ഈ ഒരു നിയമമാണ് ലംഘിച്ചത്. സോൾട്ട് വാസ് ആൻ എസെൻഷ്യൽ കമ്മോഡിറ്റി ഫോർ ബോത്ത് പീപ്പിൾ ആൻഡ് ലൈവ് സ്റ്റോക്ക് ഇൻ ഇന്ത്യാസ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. Gandhiji described the government's monopoly on salt, which was also used for agricultural purposes, as an iniquitous monopoly. അങ്ങനെ ആദ്യമായി നമ്മൾ ഏപ്രിൽ 6, 1930 ആണ് ആദ്യമായി നമ്മൾ സോൾട്ട് ഉപ്പുണ്ടാക്കി നിയമലംഘനം നടത്തിയിട്ടുള്ളത്. 1930 ഏപ്രിൽ 6 തീയതിയായിരുന്നു. അതിനുശേഷം വീണ്ടും മെയ് 21, 1930 അതേ വർഷം മെയ് 21 ഏപ്രിൽ മെയ്, അതായത് അടുത്തടുത്ത മാസം തന്നെ, ഒരു മാസമായിട്ടില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും ദർശന സ്ട്രഗിളാണ് നടക്കുന്നത്. അതായത് വീണ്ടും ഗുജറാത്തിലെ ദർശന സോൾട്ട് വർക്ക്, അതായത് ഗുജറാത്തിൽ നമ്മൾ വീണ്ടും ഒരു ഉപ്പ് നിർമ്മാണം നടത്തുകയാണ്. ഇതിൽ 2000-ലധികം ആളുകൾ പങ്കെടുത്തു. അത് വളരെ ഒരു എന്താ പറയുക, റിപ്പോർട്ടേഴ്സ് അടക്കം അതിനെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി നോക്കിക്കണ്ട ഒന്നായിരുന്നു ഈ ഒരു ദർശന സ്ട്രഗിൾ. അപ്പോൾ ഇവിടെ പ്രൊട്ടസ്റ്റേഴ്സ് ഉപ്പുണ്ടാക്കുന്നതിനനുസരിച്ച് ബ്രിട്ടീഷുകാർ അവരെ അറസ്റ്റ് ചെയ്യുകയും ലാത്തി കൊണ്ടും മറ്റും അടിച്ചു വീഴ്ത്തുകയും അതിനനുസരിച്ച് വീണ്ടും വീണ്ടും വർക്കേഴ്സ് മുന്നോട്ട് വരികയും അങ്ങനെയുള്ള ആ ഒരു കാഴ്ച ഒരു അമേരിക്കൻ എഴുത്തുകാരൻ, ഒരു ജേർണലിസ്റ്റ് വിറ്റ്നസ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ എത്രയോ ഇതുപോലെ 20 രാജ്യങ്ങളിൽ എത്രയോ ഇങ്ങനത്തെ സ്ട്രഗിൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിലുള്ള ഒരു പോരാട്ടം, ഒരു നിയമലംഘന പോരാട്ടം ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ സിവിൽ ഡിസൊബീഡിയൻസും നോൺ കോഓപ്പറേഷനും ചേർന്ന് നമ്മുടെ മൂവ്മെൻറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തി, കൂടുതൽ പ്രോഗ്രസീവ് ആക്കി മാറ്റി. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വളരെയധികം ശക്തിയായിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെട്ട ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് നയിച്ചിരുന്നത്. അദ്ദേഹം നയിച്ചിരുന്ന ഫോഴ്സിൻ്റെ പേരാണ് ഖുദൈ ഖിദ്മത്ഗർ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ ഫോഴ്സിൻ്റെ പേരാണ് ഖുദൈ ഖിദ്മത്ഗർ. അപ്പോൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖുദൈ ഖിദ്മത്ഗർ എന്ന തൻ്റെ ഫോഴ്സിലൂടെ ജനങ്ങളിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നവരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ.
അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സജഷനൊക്കെ പരിഗണിച്ചിട്ടാണ് കീ പോയിൻറ്റ്സ് ഇടുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ നല്ലവണ്ണം പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.